ഇന്ന് രാത്രിയിൽ നമുക്ക് പൂരിയും കറിയും ഉണ്ടാക്കിയാലോ? ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഒരു കറി. ഇതിൻ്റെ കറിയുടെ പേര് കറക്റ്റ് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണേ. വീട്ടിൽ ചേട്ടായുടെ അമ്മ ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ പച്ചമുളക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. കയ്യിലുള്ള പച്ചമുളക് എല്ലാം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എരിഞ്ഞ് ചാവുമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കറി വേപ്പില ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒറ്റ വിസിൽ മതി. കുക്കറിൽ പച്ചക്കറി വേവിക്കാനിട്ടിട്ട് ഞാനിവിടെ പൂരിക്കുള്ളത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ എടുത്ത് ചെറിയ ഉണ്ടയാക്കിയിട്ട് ഉണ്ടാക്കിയിടാം. അത് കഴിഞ്ഞ് ഇത്രയും വലിയ ഉണ്ടയാണോ അല്ലെങ്കിൽ ഇത്രയും ചെറിയ ഉണ്ടയാണോ എടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പൂരി ഉണ്ടാക്കിയിട്ട് കുറേ നാളായിട്ടോ. ഒരു പിടിയിൽ എന്തായാലും ഉണ്ടയാക്കി ഇടാം. വൈകിട്ടായപ്പോഴാട്ടോ ഞാനിങ്ങനെ ആലോചിച്ച, കഴിഞ്ഞ ദിവസം ചേട്ടൻ ഇങ്ങനെ പൂരിയും കറിയും കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പൂരി എന്നാണോ ശരിക്കും ഭൂരി എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പോയിട്ട് 2 ചെരുപ്പും എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ടൈലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് കാല് വേദനയുണ്ട്. അതുകൊണ്ടാണ് ചേട്ടായി ചെരുപ്പ് വാങ്ങിച്ച് തന്നത്. ചെരുപ്പ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടിട്ടപ്പോഴത്തേനും ചെരുപ്പ് ഇടുന്നില്ല. ചേട്ടായിയല്ല, അമ്മയായിരുന്നു പറഞ്ഞത്. ചെരുപ്പ് വേണേന്ന് ചേട്ടായിയോട് പറഞ്ഞ് വഴക്കുണ്ടാക്കി ചെരുപ്പ് വാങ്ങിച്ച് തന്നപ്പോൾ ഇപ്പോൾ വീട്ടിലിടാൻ വയ്യേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് എടുത്തിട്ടുണ്ട് വന്ന്. വേദന വരുമ്പോൾ മാത്രമേ എനിക്ക് ചെരുപ്പിൻ്റെ കാര്യം ഓർമ്മ വരത്തുള്ളൂ. അതാണ് പ്രശ്നം. പൂരി പരത്താനെടുക്കുന്ന സാധനം ചപ്പാത്തി പരത്തുന്ന ആ കമ്പുണ്ടല്ലോ, അതല്ല കേട്ടോ. അത് ഒടിഞ്ഞു പോയിട്ട് കുറേ നാളായി. ഇതെടുക്കുന്ന വൻ കോമഡി കേട്ടോ. ഒരു കുപ്പിയാണ്. ചേട്ടായി സാധാരണ നേരത്തെ വെള്ളം കൊണ്ടുപോകുന്ന കുപ്പിയായിരുന്നു. ഇപ്പോൾ എടുക്കാറില്ല. ഞാനതുകൊണ്ട് ഇപ്പോൾ പൂരിയും ചപ്പാത്തിയൊക്കെ പരത്താനായിട്ട് എടുക്കും അത്. ഇനിയിപ്പോൾ പരത്തി വെച്ചേക്കുന്ന പൂരി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഇടയ്ക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വെളിച്ചെണ്ണ വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പച്ചക്കറി വേവാൻ വെച്ചത് പെട്ടെന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഉപ്പ് നോക്കിയിട്ട് ശരിയാക്കി എടുത്താൽ മതി. അപ്പം നമ്മുടെ കറി റെഡിയാവും കേട്ടോ. എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടും ചേട്ടായി വന്നില്ല. അപ്പം ഞാൻ സിറ്റൗട്ടിൽ വന്നിരുന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ടും ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. കൂന്നിരിക്കുന്നതല്ലാതെ ഫോൺ വിളിച്ചിട്ട് ബെല്ല് പോകുന്നില്ലായിരുന്നു. പിന്നെ ചേട്ടായി ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും വന്നു. പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.